ഇന്ന് നമുക്കൊരു കുഞ്ഞനെലിയുടെ കഥ കേട്ടാലോ? കുഞ്ഞനെലി വിശന്നു വലഞ്ഞു നടക്കുകയായിരുന്നു. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോന്നറിയാൻ അവൻ എല്ലായിടത്തും അന്വേഷിച്ചു. നടന്ന് നടന്ന് അവൻ കാടിന് വെളിയിലുള്ള ഒരു വീടിനടുത്തെത്തി. അതാ നല്ല നെയ്യപ്പത്തിന്റെ മണം. അവൻ വേഗം ആ വീടിനകത്ത് കയറി നോക്കി. ഒരു പൊതിയിൽ നല്ല നെയ്യപ്പം. അവൻ പതിയെ കുറച്ച് നെയ്യപ്പം കടിച്ചു നോക്കി. ആഹാ, നല്ല സ്വാദ്! അവിടെ ഇരുന്ന് കഴിക്കുന്നത് അപകടമാണ്. വീട്ടുകാർ കണ്ടാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. കൊതിയൻ വേഗം പൊതിയും കടിച്ചെടുത്ത് പുറത്തു കടന്നു. പൊതിയും കടിച്ചെടുത്ത് അവൻ കാട്ടിലേക്ക് നടന്നു. സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കണം. അതിന് പറ്റിയ ഇടം കണ്ടെത്തണം. ഇതും ചിന്തിച്ച് കൊതിയോടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ മുന്നിലുള്ള വലിയ കുഴി അവൻ കണ്ടില്ല. ദാ കിടക്കുന്നു കുഴിയിൽ. അവൻ സർവ്വശക്തിയും എടുത്ത് ചാടി നോക്കി. ഒരു രക്ഷയുമില്ല. ഇത്രയും വലിയ കുഴിയിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാൻ? എന്റെ ദൈവമേ! അവൻ അറിയാതെ വിളിച്ചുപോയി. ആരാണ് ഈ കുഴിയിൽ? പെട്ടെന്നാണ് ഒരു ചോദ്യം വന്നത്. ഞാൻ കുഞ്ഞനെലിയാ. പുറത്താരാ? കുഞ്ഞനെലി ചോദിച്ചു. ഞാൻ കരടി. കരടിയുടെ ശബ്ദം കേട്ടു. നീ എവിടെ എന്തെടുക്കുകയാണ്? കരടി ചോദിച്ചു. അത് പിന്നെ കരടിച്ചേട്ടാ, എനിക്ക് ദൈവത്തിന്റെ ഒരു സന്ദേശം കിട്ടി. അതിൽ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുകയാന്ന് എഴുതിയിരിക്കുന്നു. ജീവൻ വേണ്ടവർ വല്ല കുഴിയിലും ചാടി ഒളിഞ്ഞിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നെയ്യപ്പം പൊതിഞ്ഞിരുന്ന കടലാസ് എടുത്ത് കാണിച്ചുകൊണ്ട് കുഞ്ഞനെലി പറഞ്ഞു. സത്യമാണോ ഇത്? കരടിക്ക് അത്ര വിശ്വാസം വന്നില്ല. സത്യമായിട്ടും? അല്ലെങ്കിൽ ഞാൻ ഈ കുഴിയിൽ വന്നിരിക്കുമോ? കുഞ്ഞനെലി പറഞ്ഞു. ചങ്ങാതി, ഞാനും കൂടി വരട്ടെ? കരടി ചോദിച്ചു. അതൊന്നും ശരിയാകത്തില്ല. നീ തീരെ ശ്രദ്ധയില്ലാത്തവനാ. നീ എങ്ങാനും തുമ്മിയാൽ പിന്നെ എല്ലാവരും ഈ സ്ഥലം കണ്ടുപിടിക്കും. പിന്നെ ആകെ തിരക്കാകും. കുഞ്ഞനെലി സമ്മതിച്ചില്ല. ഞാൻ ഒരു ശബ്ദവും ഉണ്ടാക്കില്ല. കരടി സമ്മതിച്ചു. തുമ്മിയാൽ പുറത്തു പോകേണ്ടി വരും. കുഞ്ഞനെലി മുന്നറിയിപ്പ് കൊടുത്തു. കരടി വേഗം കുഴിയിലേക്ക് ചാടി. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ഒരു പുലി അതിലെ വന്നു. അവനും കാര്യം അന്വേഷിച്ചു. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കേട്ട പുലിയും അവനും കൂടി കുറച്ച് സ്ഥലം കൊടുക്കാൻ അപേക്ഷിച്ചു. ഒരു കാരണവശാലും തുമ്മുകയില്ലെന്ന് ഉറപ്പു വാങ്ങിച്ച് പുലിയെയും കുഞ്ഞനെലി കുഴിയിലേക്കിറങ്ങാൻ സമ്മതിച്ചു. അധികം താമസിയാതെ ഒരു ചെന്നായ കൂടി അവരോടൊപ്പം ചേർന്നു. എല്ലാവരും ഭയത്തോടെ അവിടെ ഇരുന്നു. പെട്ടെന്ന് എലി ചെന്നായയെ നോക്കി പറഞ്ഞു. നീ തുമ്മാൻ പോവുകയാണല്ലേ? അതോടെ എല്ലാവരും ചെന്നായയെ നോക്കി. ഇല്ലില്ല, ഞാൻ തുമ്മുകയില്ല, ചെന്നായി വേഗം പറഞ്ഞു. തുമ്മിയാൽ പിന്നെ നീ പുറത്താണ്. എലി മുന്നറിയിപ്പ് കൊടുത്തു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരുന്നു. പെട്ടെന്ന് എലി തന്റെ മൂക്കിന്റെ തുമ്പത്ത് കൈവച്ചു. ചെന്നായ അത് കണ്ടു. എലി പറഞ്ഞു. ഇല്ല, ഞാൻ തുമ്മുകയില്ല, ഞാൻ വെറുതെ കൈവച്ചതാ. എന്നാൽ എലി പിന്നീട് ഞെളിപിരി കൊള്ളാൻ തുടങ്ങി. അവൻ തുമ്മാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി. അവർ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഒടുക്കം എലിക്ക് തുമ്മലടക്കാനായില്ല. ആച്ചി! എലി ഉറക്ക തുമ്മി. അതോടെ മറ്റുള്ളവർ ചേർന്ന് എലിയെ പൊക്കി കുഴിക്ക് വെളിയിലേക്കിട്ടു. രക്ഷപ്പെട്ട സന്തോഷത്തിൽ കുഞ്ഞനെലി തന്റെ മാളം ലക്ഷ്യമാക്കി യാത്രയായി.